2 ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിൽ പോയിരുന്നു. അവിടെ ജ്ഞാനപ്പാൻ എഴുതിയ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലം കാണാൻ പോയി. 500 വർഷം കഴിഞ്ഞിട്ടും ഒരു കോവിൽ പോലെ അത് സംരക്ഷിക്കുന്നു. ഒരു 4 കെട്ടാണ്, കുറേ കുഞ്ഞു കുഞ്ഞു മുറികളൊക്കെ ഉണ്ട്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കിണറിലേക്ക് തുറക്കുന്ന ഒരു ജനാല, ഒരു വലിയ കിണറാണ്. വെള്ളം കോരി ആ ജനാലപ്പടി ഇങ്ങനെ തേഞ്ഞിരിക്കുന്നുണ്ട്. ഒരിക്കലും നിലക്കാത്ത വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടെ കണ്ടു. അപ്പം ഞാനവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ ഒരു കിണറോ അല്ലെങ്കിൽ ഒരു കുളമോ ഉണ്ടാവും. വെള്ളം തേടി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. കുടിക്കാനും കുളിക്കാനൊക്കെയുള്ള വെള്ളം വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. ഇന്നത്തെ ഗോസ്പലിൻ്റെ സെറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാരത്തിരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമാണ്. കൂടാരത്തിരുന്നാൾ 8 ദിവസമാണ്. ഈ കൂടാരത്തിരുന്നാൾ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടാരം അടിച്ച് കഴിഞ്ഞ ദിനങ്ങളുടെ ഓർമ്മയാണ്. അപ്പോൾ അവർ 7 ദിവസവും കൂടാരത്തിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ടൊരു വാട്ടർ സെർമണി ഉണ്ട്. അവർ കൂട്ടമായിട്ട് വന്നിട്ട് സിലോവ കുളത്തിൽ നിന്ന് വെള്ളം കോരി വലിയ പ്രദക്ഷിണമായിട്ട് ആൾത്താരയിലേക്ക് വരും. എന്നിട്ട് ആൾത്താരയ്ക്ക് ചുറ്റും 6 തവണ വലം വയ്ക്കും. എന്നിട്ട് ആ വെള്ളം ആൾത്താരയിലേക്ക് ഒഴിക്കും. 7ാമത്തെ ദിവസം വരെ അങ്ങനെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് ഈശോ അതേ ആൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നത്, ദാഹിക്കുന്നവർ എൻ്റെ അടുത്തേക്ക് വാ, എന്നിൽ നിന്ന് കുടിക്കുക. പിന്നീട് അവനൊരു പുഴ തേടി പോകേണ്ട കാര്യമില്ല, അവൻ തന്നെ പുഴയായിട്ട് മാറാണ്. ഈശോ പറയുന്നു, ജീവൻ്റെ അരുവികൾ ഒഴുകുന്ന ഒരു പുഴയല്ല, ഒരുപാട് പുഴകൾ ഒഴുകും. ഈശോ ഒന്ന് കുടിക്കുന്നവനിൽ നിന്നും ഒരുപാട് പുഴകൾ ഒഴുകും. അത് ആത്മാവിൻ്റെ പുഴകളാണെന്ന് പറയാം. ഒരിക്കലും നിലയ്ക്കാത്ത ഉറവുകൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വേണം, ഉള്ളിലൊരു പുഴയും.